നമസ്കാരം. ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഇറാൻ ഒരു സാധാരണ രാജ്യമായിട്ടില്ല. പകരം അത് ഇന്ത്യയുടെ ഭൗതിക രാഷ്ട്രീയ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭാവിക്കും നിർണായകമായ ഒരു തൂണാണെന്ന് വേണം പറയാൻ. മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാൻ വഴിയുള്ള വ്യാപാര പാതകളിലേക്കും ഇന്ത്യക്ക് തുറക്കുന്ന കവാടമാണ് ചബഹാർ തുറമുഖം. പാകിസ്ഥാനെ ഒഴിവാക്കി ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ സമുദ്ര ഭൂഖണ്ഡ ബന്ധം സൃഷ്ടിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ ദീർഘദർശിയായ നയത്തിന്റെ തെളിവ് കൂടിയാണ്. ഇതിലേക്കായി ഇന്ത്യ $120 മില്യൺ ഉപകരണങ്ങളിലും വികസനത്തിലും നിക്ഷേപിച്ചത് രാജ്യത്തിന്റെ ദീർഘകാല താൽപര്യങ്ങൾ മുൻനിർത്തിയാണ്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപ് നയിച്ച അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇറാൻ വിരുദ്ധ നീക്കങ്ങളും ഉപരോധ രാഷ്ട്രീയവും ഇന്ത്യയുടെ തന്ത്രപരമായ നേട്ടങ്ങളെ തകർക്കാനുള്ള ഒളിയാക്രമണമാണെന്ന സംശയം വീണ്ടും ശക്തമാവുകയാണ്. ഇന്ത്യ ഇറാൻ ബന്ധത്തെ വിഷമിപ്പിച്ച് ചബഹാറിനെ അപ്രസക്തമാക്കി ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അമേരിക്കൻ അധികാര രാഷ്ട്രീയത്തിന്റെ അപകടകരമായ രൂപമാണ്. ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ വെല്ലുവിളിക്കുന്നതും ഏഷ്യൻ മേഖലയിൽ അസ്ഥിരത വിതയ്ക്കുന്നതുമാണ്. ഇറാനിലെ അലി ഖമേനിയുമായുള്ള ഇന്ത്യയുടെ മെച്ചപ്പെട്ട ബന്ധമാണ് ചബഹാർ തുറമുഖത്തിന് $37 കോടി മുടക്കാൻ, അതായത് ഏകദേശം 3300 കോടി രൂപ മുടക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. അത് നൽകുന്ന ബിസിനസ് സാധ്യത വളരെ വലുതായിരുന്നു. അതാണിപ്പോൾ US പൊളിച്ചെടുക്കുന്ന ഇറാനിലെ ആഭ്യന്തര കലാപം മൂലം അടഞ്ഞു പോകുന്നത്. പാകിസ്ഥാന്റെ സഹായമില്ലാതെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും പ്രവേശിക്കാൻ ഇന്ത്യക്ക് ചബഹാർ തുറമുഖമാണ് ഏക മാർഗം. 2021 താലിബാൻ അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യ താലിബാൻ സർക്കാരുമായി ബന്ധം മെച്ചപ്പെടുത്തി വരികയായിരുന്നു. ചബഹാർ തുറമുഖം പ്രവർത്തിച്ചാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് സുഗമമായി നീങ്ങാൻ കഴിയും. താലിബാൻ സഹായത്തോടെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്ക് പാക് സഹായമില്ലാതെ നീങ്ങാം. ഇറാനിൽ വലിയ സാമൂഹിക കലാപം ഉണ്ടായാൽ ചബഹാർ പ്രവർത്തനം മുടങ്ങും. അതുപോലെ അമേരിക്കയുടെ പിന്തുണയോടെയുള്ള ഒരു സർക്കാർ ഇറാനിൽ വന്നാലും ഇന്ത്യക്ക് അത് വലിയ തലവേദനയാവും സൃഷ്ടിക്കുക. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് കീഴിൽ മാത്രമേ ഇന്ത്യക്ക് ചബഹാർ തുറമുഖം ഉപയോഗിക്കാൻ സാധിക്കൂ. ഇനി പഴയ ഷാ ഭരണം തിരിച്ചുവന്ന് റസ് പഹ്ലവി ഇറാൻ ഭരണം പിടിച്ചാലും അത് ഇന്ത്യക്ക് എതിരാവും. പണ്ട് ഷാ ഭരണം നിലനിന്നപ്പോൾ 1965-ലും 1971-ലും യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ആയുധം നൽകി സഹായിച്ചിരുന്നു. ആയുധങ്ങൾ മാത്രമല്ല, എണ്ണയും സൈനിക ഉപകരണങ്ങളും ഇറാൻ പാകിസ്ഥാൻ അന്ന് നൽകിയിരുന്നു. ഇന്ത്യയുടെ വിദേശ നയം ഭീഷണിയിലൂടെയോ സമ്മർദ്ദത്തിലൂടെയോ നിയന്ത്രിക്കാനാവുന്നതല്ല എന്ന് ലോകം ഒരിക്കൽ കൂടി ഇനി തിരിച്ചറിയേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പിന്തുടരുന്നത് സ്വതന്ത്രവും ആത്മവിശ്വാസപരവുമായ നയമാണ്. സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന, പക്ഷേ ആഗോള സമാധാനത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സമീപനം. ഇറാനുമായുള്ള ബന്ധം ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളോടും ഊർജ്ജ സുരക്ഷയോടും മേഖലാ സ്ഥിരതയോടും ചേർന്നതാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയതയും സമ്മർദ്ദ രാഷ്ട്രീയവും ഇന്ത്യയെ വഴിതെറ്റിക്കില്ല. മറിച്ച് ഇന്ത്യയുടെ നിലപാടുകൾ കൂടുതൽ ദൃഢമാക്കും. ചബഹാർ തുറമുഖം വെറും ഒരു അടിസ്ഥാന സൗകര്യ പദ്ധതിയല്ല, ഇന്ത്യയുടെ തന്ത്രബുദ്ധിയുടെ, സ്വയം ഭരണത്തിന്റെ, ആഗോള രാഷ്ട്രീയത്തിന്റെ തുല്യത പുലർത്തുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വഴിമാറ്റാൻ ശ്രമിക്കുന്നവരെ ചരിത്രം ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ച് ലോകത്തോട് തല ഉയർത്തി നിൽക്കുക തന്നെ ചെയ്യും. അത് ട്രംപ് അല്ല, ആര് വിചാരിച്ചാലും.